എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സൈൻ വേവ് ഇൻവെർട്ടറിനെ കുറിച്ചാണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നത് കോമൺ ആയിട്ടുള്ള സൈൻ വേവ് ഇൻവെർട്ടറിൻ്റെ മദർ ബോർഡ് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിലോ ഉപകാരപ്രദമാണെങ്കിലോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ളതും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൈൻ വേവ് ഇൻവെർട്ടറിൻ്റെ മദർ ബോർഡാണിത്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈൻ വേവ് ഇൻവെർട്ടറിൻ്റെ മദർ ബോർഡ് A to Z അസംബിൾ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മളിതിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് വളരെ പെട്ടെന്നും സിമ്പിളായിട്ട് എങ്ങനെയാണ് ഇതൊന്ന് അസംബിൾ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ വെച്ചിരിക്കുന്നത് പല വിധത്തിലുള്ള അല്ലെങ്കിൽ പല സ്റ്റേജിലുള്ള അസംബിൾ ചെയ്ത ബോർഡുകളാണിത്. ഇപ്പോൾ നമ്മളിതിൽ നോക്കുന്നത് ഈ കാണുന്ന ഒരു PCB ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു PCBയിലാണ് പല വിധത്തിലുള്ള അല്ലെങ്കിൽ പല സ്റ്റേജുകളിലായിട്ട് നമ്മൾ അസംബിൾ ചെയ്തത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ ഒന്ന് നോക്കാം. ഈ ഒരു PCB ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു സെക്ഷനാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അതായത് റെസിസ്റ്ററുകൾ ഇടുക എന്നതാണ് ആദ്യത്തെ പ്രധാനമായിട്ടുള്ള ഒരു ജോലി. അപ്പോൾ റെസിസ്റ്ററുകൾ ഇടുമ്പോൾ റെസിസ്റ്ററിൻ്റെ വണ്ണത്തിൽ വരുന്ന ഡയോഡുകളും ആ കൂട്ടത്തിലിടുന്നു. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ആ പണി അങ്ങോട്ട് തീരുകയാണ്. അപ്പോൾ നമ്മളിത് ആദ്യമായിട്ട് റെസിസ്റ്ററുകളെല്ലാം കോർത്തിട്ടതിന് ശേഷം പിന്നെ വരുന്ന 2 ടൈപ്പ് ഡയോഡും നമ്മൾ ഈ റെസിസ്റ്ററിൻ്റെ അത്രയും വലിപ്പമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടുന്നു. അപ്പോൾ നമുക്ക് ഈ പണി വളരെ എളുപ്പമായി. അതായത് ഒറ്റ പ്രാവശ്യം ഇത് കോർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പണി അങ്ങോട്ട് തീർന്നു കിട്ടി. ഇല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഇല്ലെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഇല്ലെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുള്ളത് റെസിസ്റ്ററുകൾ ഇടുന്നതിന് മുമ്പ് തന്നെ ജമ്പറുകളാണ് ഇടുന്നത്. അപ്പോൾ ഇതിൽ അനേകം ജമ്പറുകളുണ്ട്. അപ്പോൾ ആ ജമ്പറുകൾ ആദ്യമായിട്ട് ഇട്ട ശേഷം അത് സോൾഡർ ചെയ്ത് വീണ്ടും അടുത്തത് റെസിസ്റ്ററുകളാണ് ഇടുന്നത്. അപ്പോൾ റെസിസ്റ്ററുകൾ ഇട്ട ശേഷം പിന്നെ ഡയോഡുകളാണ്. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ A to Z വരുന്ന രീതിയിൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് വളരെയധികം സമയമെടുക്കും. അല്ലെങ്കിൽ ആ അത്രയും സമയമെടുക്കുന്നതിന് പകരം വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഈ ഒരു ബോർഡ് ഇതേപോലെ അസംബിൾ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ ഒരു PCBയിലാണ് നമ്മൾ ആദ്യത്തെ സ്റ്റേജായ ജമ്പർ, അതേപോലെ റെസിസ്റ്റർ, ഡയോഡ് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ സ്റ്റേജിൽ റെസിസ്റ്ററുകളും ജമ്പറുകളും ഡയോഡുകളും എല്ലാം കോർത്തിട്ട ശേഷം അത് സോൾഡർ ചെയ്തെടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു പ്രത്യേക കാര്യം നോക്കാനുള്ളത്, ഈ ക്വാർട്ടർ വാട്ട് റെസിസ്റ്ററിൻ്റെ വണ്ണത്തിൽ കൂടുതൽ വണ്ണം വരുന്ന റെസിസ്റ്ററുകൾ ഈ ആദ്യത്തെ സ്റ്റേജിന് ശേഷം വളരെ സിമ്പിളായിട്ട് എടുക്കാവുന്നതാണ്. സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. 1, 2, 3 ഹാഫ് വാട്ടും അതേപോലെ 1 വാട്ട് 2 വാട്ട്. അപ്പോൾ ഈ വലിയ റെസിസ്റ്ററുകൾ 3-4 ഇടുന്നതിന് വേണ്ടി നമുക്ക് ഇതെല്ലാം കഴിഞ്ഞ ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഇട്ടിട്ട് പോകാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് റെസിസ്റ്ററുകളെല്ലാം ഇട്ട ശേഷം ഈ ഡയോഡുകളാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടുന്നത്. അപ്പോൾ ഡയോഡ് ഇടുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഡയോഡിൻ്റെ പ്ലസ് വരുന്ന അല്ലെങ്കിൽ കാഥോഡ് വരുന്ന ഭാഗവും ആനോഡ് വരുന്ന ഭാഗവും ശ്രദ്ധിച്ച് വേണം ഇടുവാൻ. അപ്പോൾ വളരെ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ PCBയിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഡയോഡിൻ്റെ നമ്പർ എഴുതിയിട്ട് ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഡയോഡിൽ വരുന്ന ആ സെയിം ലൈൻ ആ പൊസിഷനിൽ തന്നെ ഇടുക. അപ്പോൾ തിരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കുവാനായിട്ട് റെസിസ്റ്ററുകളെല്ലാം കോർത്തിട്ട ശേഷം നമുക്കിത് ലോക്ക് ചെയ്ത് ഇല്ലെങ്കിൽ ഇത് വിട്ടുപോകാതിരിക്കുവാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ ഇതേപോലെയുള്ള പ്ലെയിൻ PCB ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ വെച്ച ശേഷം ഈ സൈഡിലും ക്ലിപ്പുകൾ ഇട്ട് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്തതിന് ശേഷം ഇത് ഊരി മാറ്റാവുന്നതാണ്. ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ജമ്പറുകൾക്ക് പകരം ജമ്പർ റെസിസ്റ്ററുകളാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ഇട്ടിട്ട് പോകാം. അപ്പോൾ ജമ്പർ റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റെസിസ്റ്ററുകളൊക്കെ ഇടുമ്പോൾ അതിൽ വേസ്റ്റ് വരുന്ന കമ്പികളൊക്കെയാണ് ഈ ജമ്പറായിട്ട് ഇടുന്നത്. അപ്പോൾ
അതിട്ടിട്ട് ഒരുപാട് സമയം നമ്മൾക്ക് നഷ്ടപ്പെടും. കാരണം അത് വളച്ച് ഭംഗിയിലൊക്കെ ഇടാൻ അല്ലെങ്കിൽ ഊരിപ്പോകാത്ത രീതിയിലൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഇത്തിരി സമയത്തിലെടുത്തിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത്, സമയമെടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജായ റെസിസ്റ്ററുകൾ, ജമ്പറുകൾ, ഡയോഡുകൾ ഇത്രയും ഇട്ട ശേഷം അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ഹാഫ് വാട്ട് റെസിസ്റ്റർ, 1 വാട്ട്, 2 വാട്ട് റെസിസ്റ്ററും കൂടി ഇടുന്നു. ഹാഫ് വാട്ട് റെസിസ്റ്റർ വലിയ കുഴപ്പമില്ല, എന്നിരുന്നാലും ചെറിയൊരു മുഴപ്പ് വരുന്നതുകൊണ്ട് ക്വാർട്ടർ വാട്ട് കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് ഹാഫ് വാട്ട് ഇടുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ തൊട്ടടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ തൊട്ടടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്ററുകളാണ് എല്ലാം ഇട്ടിരിക്കുന്നത്. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ, അതേപോലെ ഡിസ്ക് കപ്പാസിറ്ററുകൾ, ബോക്സ് കപ്പാസിറ്ററുകൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിന് ശേഷം ഇടുന്നത്. അപ്പോൾ അതിന് ശേഷം ഇടുന്നത് നമ്മൾ ഓരോന്നേ കോർത്ത് കൈയോടെ സോൾഡർ ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ നമ്മളിതിൽ വരുന്നത് ഡിസ്ക് കപ്പാസിറ്ററാണ് ഈ കാണുന്നതൊക്കെ. ഹൈ ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ ഹെവി ഡ്യൂട്ടി ഉള്ള കപ്പാസിറ്ററുകളാണ് ഇതെല്ലാം. ഇതും സാധാരണ ഡിസ്ക് കപ്പാസിറ്ററും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, വിലയിൽ നല്ല അന്തരമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കേണ്ട, കാരണം ഒരുവിധ കംപ്ലൈൻറ്റും വരില്ല. അതേപോലെ തന്നെയാണ് ഇവിടെ കാണുന്ന ബ്ലൂ കപ്പാസിറ്റർ 2 എണ്ണം 15 PF ആണ്. നമ്മളിത്തിരി കൂടിയ കപ്പാസിറ്ററുകൾ ഇടുകയാണെങ്കിൽ അത് ഒരനക്കമില്ലാതെ തന്നെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ നെഗറ്റീവ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നെഗറ്റീവ് ടാഗാണിത്. അപ്പോൾ ഈ ഒരു ബോർഡിന് സൂട്ടായിട്ടുള്ള ടാഗുകൾ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ പ്രിൻ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇല്ലെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് 4 ഹോളിട്ട് ഫിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിവിടെ കപ്പാസിറ്ററുകൾ, ഡിസ്ക് കപ്പാസിറ്ററുകൾക്ക് ശേഷം ഇവിടെ ഒരു പോളിസ്റ്റർ കപ്പാസിറ്റർ ഉണ്ട്, ഇവിടെ ഒരു ബോക്സ് കപ്പാസിറ്റർ ഉണ്ട്, ഇവിടെ ഒരു ബോക്സ് കപ്പാസിറ്റർ ഉണ്ട്. അതിനുശേഷം വരുന്ന ഭാഗമാണ്. അതിനുശേഷം വരുന്നത് IC ബേസ് ഇടുക, അതേപോലെ RMC കണക്ടർ പിന്നുകൾ ഇടുക, NTC സെൻസർ ഫിറ്റ് ചെയ്യുക, CT കോയിൽ ഫിറ്റ് ചെയ്യുക, ന്യൂട്രൽ ടാഗുകൾ ഫിറ്റ് ചെയ്യുക, റെഗുലേറ്റർ ICയും അതിൻ്റെ ഹീറ്റ് സിങ്കും ഫിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ സ്റ്റേജിൽ 1 by 1 ആയിട്ട് ഇങ്ങനെ ചെയ്തു പോകുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളും തീരുമ്പോൾ അടുത്തടുത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് ഈ റെസിസ്റ്റർ ഓർക്കുവാനും അത് സോൾഡർ ചെയ്യുവാനും വേണ്ടിയാണ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് കൈയോടെ ചെയ്ത് പോകാവുന്നതാണ്. ഇനിയിപ്പോൾ ഈ ഒരു PCB കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് ഈ ഒരു സെക്ഷനാണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ അഡീഷണൽ ആയിട്ട് വരുന്നത് PCB മൗണ്ടിങ് റിലേ വരുന്നുണ്ട്, ഹെവി ഡ്യൂട്ടി അല്ലെങ്കിൽ എക്സ്ട്രാ ഹെവി ഡ്യൂട്ടി ഫിൽറ്ററിങ് കപ്പാസിറ്റർ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫിൽറ്ററിങ് കപ്പാസിറ്റർ ഇവിടെ 4700 mF 25 വോൾട്ടിൻ്റെയാണ് ഇട്ടിരിക്കുന്നത്. അതും കെൽട്രോൺ കമ്പനി തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും നല്ലൊരു ബ്രാൻഡ് നെയിം എന്ന് പറയാൻ കെൽട്രോൺ തന്നെയാണ് ഇതിൽ ഫുൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും ക്വാളിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത വാല്യൂ ആയ 3300 ഉണ്ട്, അതെങ്കിലും നിങ്ങൾ ഇടുവാൻ ശ്രദ്ധിക്കുക. കാരണം ഇതിൻ്റെ MUF കൂടുന്നതനുസരിച്ച് ബാറ്ററിയിൽ വരുന്ന ചെറിയ ഡിഫക്റ്റുകൾ ഈ മോസ്ഫെറ്റിനെ ബാധിക്കില്ല. കാരണം അത് ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കും ഈ എല്ലാ കപ്പാസിറ്ററും. അതായത് 4 കപ്പാസിറ്റർ 5000 വെച്ച് കൂട്ടുകയാണെങ്കിൽ 20000 MUF അടുത്ത് വരുന്നുണ്ട്. സാധാരണ നമുക്ക് കിട്ടുന്നത് 2200 ആണ്. 4 കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8000 MUF വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇരട്ടിയിലും കൂടുതലാണ് കിട്ടുന്നത് കൊണ്ട് ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ അടുത്തൊരു സെക്ഷനായ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബോർഡാണിത്. അപ്പോൾ ഈ ബോർഡ് നമ്മൾ മോസ്ഫെറ്റൊക്കെ ഇട്ട് അതേപോലെ ഹീറ്റ് സിങ്ക് വെച്ച് ICകളൊക്കെ ഇട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ബോർഡിൻ്റെ ICകളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് സർവീസിങ് വീഡിയോയിൽ പറഞ്ഞ പോലെ A to Z ചെക്ക് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണിത് ഈ ഒരു ബോർഡ് ചെയ്യുന്നതെങ്കിൽ ആദ്യം തന്നെ ICകളൊക്കെ വാരി വലിച്ചിടുന്നതിന് പകരം ഇതിൻ്റെ വോൾട്ടേജ് നോക്കൂ. റെഗുലേറ്റർ IC കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെഗുലേറ്റർ ICയിൽ നിന്നും, അതായത് ഇൻപുട്ട് 12 വോൾട്ട് കൊടുത്താൽ ഇവിടെ റെഗുലേറ്റർ ICയിൽ വന്നിട്ട് ബാക്കി 5, അതിൽ നിന്നും 5 വോൾട്ടാണ് ഈ കുറച്ച് ഭാഗത്തെ സെക്ഷനിലോട്ട് പോകുന്നത്. അപ്പോൾ ആ മൈക്രോ കൺട്രോളറിൽ 5 വോൾട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. അതേപോലെ LCDയുടെ പിന്നിലും 5 വോൾട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമുക്കിത് ഓക്കെ ആണെങ്കിൽ പിന്നെ അടുത്തത് നമുക്ക് LCD ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. LCDയിൽ ചെറിയ ചതുരത്തിലുള്ള കട്ടകൾ ഉണ്ടോ എന്ന് നോക്കുക. അതുണ്ടെങ്കിൽ അതിനുശേഷം ഇത് ഓഫ് ചെയ്ത ശേഷം വീണ്ടും നമ്മൾ ഈ പ്രോഗ്രാം IC മാത്രം ഇടുക. പ്രോഗ്രാം IC ഇട്ടിട്ട് പ്രോഗ്രാം എല്ലാം LCD കൂടി റോൾ ചെയ്ത് വരുന്നുണ്ടോ എന്ന് നോക്കുക. അതും ഓക്കെ ആണെങ്കിൽ അടുത്ത സെക്ഷനായിട്ടുള്ള LM324, LM311, FAN 7293 എന്ന് പറയുന്ന ഡ്രൈവ് ICയും കൂടി ഇട്ട ശേഷം നമുക്കിതിൻ്റെ പൾസ് നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു ബൾബ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ 1250 VAക്ക് വേണ്ടിയാണ് ഈ ഒരു ബോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതിൻ്റെ മോസ്ഫെറ്റിൻ്റെ ക്വാളിറ്റി കൂടും, അതേപോലെ ഇതിൻ്റെ ഫിൽറ്ററിങ് കപ്പാസിറ്ററിൻ്റെ ക്വാളിറ്റി കൂടും, പിന്നെ ഇതിൻ്റെ ഹീറ്റ് സിങ്കും വലിപ്പമുള്ളതാണ്. ഇനി നമുക്കൊരു കാര്യം പ്രത്യേകം നോക്കാനുള്ളത്, ഇതിൽ വരുന്ന LCDയുടെ ബോർഡാണിത്. LCD ഡയറക്റ്റ് വർക്ക് ചെയ്യുന്നതല്ല, ഇതേപോലെ ഒരു ചെറിയ ഡ്രൈവ് ബോർഡ് വെച്ചിട്ടാണ് LCD വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ LCDയുടെ കണക്ഷനാണ് ഈ കാണുന്നത്. ഈ LCDയിൽ ബെർജ് പിന്നുകളാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഈ ബെർജ് പിന്ന് LCDയിൽ നിന്നും ഇതിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവുന്നതാണ്. ഇനിയിപ്പോൾ കമ്പനി ഇൻവെർട്ടറാണ് വെക്കേണ്ടതെങ്കിൽ ആ കമ്പനി ഇൻവെർട്ടറിന് വെക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ നേരത്തെ അവതരിപ്പിച്ചിട്ടുള്ള ഒരു LED ഇൻഡിക്കേറ്റർ ബോർഡാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസിലോട്ടും കടക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ബോർഡിൽ LCDയും LEDയും മാറി മാറി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ കമ്പനി ഇൻവെർട്ടറിൻ്റെ ക്യാബിനറ്റിലാണെങ്കിൽ ആ ഒരു LCD നമ്മൾ ഉപയോഗിക്കുന്ന LCDയുടെ അളവിനുള്ള സെക്ഷൻ അതിൽ ഉണ്ടാകാൻ സാധ്യത കുറവായതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽഡായിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി. നമസ്കാരം.